നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. നമ്മൾ ഇന്ന് ചാനലിൽ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് ആയിട്ടാണ്. ആറ്റംബെർഗ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു BLDC പെഡസ്റ്റൽ ഫാനാണ് നമ്മൾ ഇന്ന് ചാനലിൽ അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് ഒരുപാടധികം സവിശേഷതകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കിതൊരു പെഡസ്റ്റൽ ഫാനായിട്ടും ഒരു ടേബിൾ ഫാനായിട്ടും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഇതിൽ BLDC മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ BLDC ഫാൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു റിമോട്ട് കൺട്രോൾ ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഈ BLDC മോട്ടർ, ഈ ഫാനിൻ്റെ കൺട്രോൾസ് ഫുള്ള് നമുക്ക് ഈ റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനൊരു 2 ഇയർ വാറണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഈ യൂണിറ്റ് നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മോഡലിൻ്റെ പേര് ആറ്റംബെർഗ് എഫിഷിയോ പ്ലസ് എന്ന് പറയുന്നൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫാനിൻ്റെ ലീഫും പിന്നെ അതിൻ്റെ ആ ഒരു ഔട്ടർ ഗ്രില്ല് വരുന്നത്. ഓക്കെ, ഇതിൽ ഔട്ടർ ഗ്രില്ല് മാത്രമല്ല കേട്ടോ, 2 ഗ്രില്ലും ഉണ്ട്. നമ്മുടെ ഫുൾ ഫാനിൻ്റെ കവറിങ്ങും ഇതിലാണ് വരുന്നത്. ഇതെല്ലാം ബബിൾ റാപ്പ് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതും ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിലൊരു നോട്ട് വന്നിട്ടുണ്ട്. The technology for this product was developed in India by Atomberg. All our fans has been innovated in India for Indians. അപ്പോൾ ഈ ഒരു ഫാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്, മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഈ ഗ്രില്ലിൻ്റെ ഇവിടെ ആറ്റംബെർഗിൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ ഒരു വാറണ്ടി കാർഡും വരുന്നുണ്ട്. ഇതൊക്കെ ഇനി എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫാനിൻ്റെ മെയിൻ പാർട്ട് വരുന്നത്. ഇതിലാണ് നമ്മുടെ BLDC മോട്ടർ ഇവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഡിസ്പ്ലേ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ സ്പീഡ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ഫാനിൻ്റെ ബേസ് പാർട്ട് വരുന്നത്. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, കൈ പിടിച്ചിട്ട്. ഓക്കെ, നല്ല ഹെവിയാണ് കേട്ടോ, ഉദ്ദേശിക്കുന്നില്ല, നല്ല ഹെവിയാണ്. ഇനി ഇതിൽ വരുന്നത് ചെറിയൊരു പാർട്ടും കൂടെ ഉണ്ട്. ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന പാർട്ടാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് സാധനമാണ് ഇത്. ഇതിൻ്റെ റിമോട്ടാണ്. അപ്പം ഈ ഒരു റിമോട്ട് വെച്ചാണ് നമ്മളിത് കൺട്രോൾ ചെയ്യേണ്ടത്. ഇതിൽ 2 ബാറ്ററിയും വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പവർ ബട്ടൺ കാണാം. അതിൻ്റെ താഴെയായിട്ട് ഫാൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നൊരു ബട്ടൺ ഉണ്ട്. പിന്നെ സ്വിംഗ് ബട്ടൺ ഉണ്ട്. ഇതുകൂടാതെ ഒരു ടൈമർ ബട്ടണും ഉണ്ട്. നമുക്കപ്പം എന്തായാലും ബാറ്ററി ഇതിനകത്ത് ഇട്ടേക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫാൻ അസംബിൾ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബാറ്ററി ഇതിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തു. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു റിമോട്ടാണ് കേട്ടോ, കാണാൻ വളരെയധികം ഭംഗി തോന്നിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് ബോക്സിലുണ്ടായിരുന്നത്. നമുക്കിനി ഇതിൻ്റെ അസംബ്ലി പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് അസംബിൾ ചെയ്യാം. ഒന്ന് ടേബിൾ ഫാൻ പോലെ അസംബിൾ ചെയ്യാം, അതല്ല പെഡസ്റ്റൽ ഫാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ബേസ് പ്ലേറ്റിലേക്ക് നമ്മുടെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ടേബിൾ ഫാനാണ് നിങ്ങൾ ആക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വേണം നിങ്ങൾ പിടിപ്പിക്കാൻ. അപ്പം ഇതിലിവിടെ ഒരു ലോക്കുണ്ട്, അത് നോക്കി ഇവിടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ പെഡസ്റ്റൽ ഫാൻ്റെ താഴെയും ഇതുപോലൊരു ഒരു ഹോള് കാണാം. അത് ഈ ലോക്കിൽ കയറ്റി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സംഭവം, ഈ ഒരു സ്ക്രൂ ഉണ്ടല്ലോ, ഇത് നമ്മൾ അഴിച്ചിട്ട് വേണം ഈ അറ്റാച്ച്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെക്കാൻ. അപ്പോൾ നമുക്ക് തൽക്കാലം ടേബിൾ ഫാൻ പോലെ പിടിപ്പിക്കാം. അതായിരിക്കും നിങ്ങൾക്ക് വീഡിയോയിലും കാണാൻ സൗകര്യം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ സ്ക്രൂ അഴിക്കുകയാണ്, എന്നിട്ട് നമുക്ക് ആ അറ്റാച്ച്മെൻറ്റിലേക്ക് അത് പിടിപ്പിക്കാം. നമ്മൾ ഇതിലേക്ക് അത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് ഈ ലോക്കിലേക്ക് പ്ലേസ് ചെയ്യുക. പ്രോപ്പറായി പ്ലേസ് ചെയ്തതിന് ശേഷം ഇത് കമത്തിയിട്ട് ഇവിടെ നമ്മൾ അതിൻ്റെ സ്ക്രൂ ഫിക്സ് ചെയ്യുക. ഓക്കെ, അത് നല്ല ടൈറ്റാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഫാനിൻ്റെ മെയിൻ പാർട്ട് എടുക്കുക. നമ്മുടെ BLDC മോട്ടർ അടങ്ങുന്ന ഫാനിൻ്റെ ഭാഗം എടുത്തിട്ട് ഇവിടെ ഒരു കുഴിവ് പോലത്തെ ഒരു സ്പേസ് ഉണ്ട്. ആ കുഴിവ് ഈ സ്ക്രൂ നമ്മൾ ടൈറ്റാക്കിയ മുറുകുന്ന രീതിയിൽ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത് ഫിക്സ് ആയിരിക്കുമ്പോഴത്തേക്ക് അടുത്ത് നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാൻ ഫിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ലീഫ് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് മുമ്പ് അതിൻ്റെ ബാക്ക് ഗ്രില്ല് കയറ്റണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലെ ഗ്രില്ല് വരുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, ഓരോ മുട്ട് പോലത്തെ സംഭവം. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കയറ്റി വെക്കുക. അതിനുശേഷം ഈ ഒരു ക്യാപ്പ് കണ്ടോ, ഇതിട്ടിട്ട് നമ്മൾ ഇത് ലോക്ക് ചെയ്യണം.
നമ്മളിത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ലോക്ക് ചെയ്യുന്നത്. അത് നമ്മൾ സ്മൂത്തായിട്ട് കയറണം കേട്ടോ, ഇല്ല പിരി വെട്ടിയൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകും. ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ സാധനമായതുകൊണ്ട് ജെൻറ്റിലായിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ഓക്കെ, അതപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലീഫ് പിടിപ്പിക്കാം. അപ്പോൾ ഇത് ഈ സ്ക്രൂവിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഈ ഹോളും ലോക്ക് ചെയ്യുക. ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറക്കേണ്ടത്. ഓക്കെ, അങ്ങനെ അതും ടൈറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ഗ്രില്ല് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ അതൊന്ന് അഴിക്കണം. അതതിൻ്റെ ലോക്കാണ്. ആ സ്ക്രൂ അഴിച്ചതിന് ശേഷം നമുക്കിത് കണ്ടോ, ഇതിങ്ങനെ മാറ്റാം. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടോ, ഈ ആറ്റംബർഗ് എന്നുള്ള ഈ ഒരു സംഭവം നേരെ വരുന്ന രീതിയിൽ ഇതിലേക്ക് പ്ലേസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ പ്ലേസ്മെൻറ്റ് കറക്റ്റായിട്ടുണ്ട്. നമ്മളപ്പോൾ അത് ഇങ്ങനെ എല്ലാ ഭാഗവും പ്രസ് ചെയ്ത് ഒന്ന് പ്രോപ്പറായിട്ട് ലോക്കായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്രൂവും കൂടെ ഫിക്സ് ചെയ്യാം, എന്നിട്ട് നമുക്കിത് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു ടേബിൾ ഫാൻ മോഡിലാണ്. അപ്പോൾ സാധാരണ ടേബിൾ ഫാൻ പോലെ അല്ല കേട്ടോ. സാധാരണ ടേബിൾ ഫാനൊക്കെ ഈ ഒരു ഫാൻ എന്ന് വരുന്നത് ഈ ഒരു ഹൈറ്റിലാണ് വരുന്നത്. വലിയ ഹൈറ്റ് ഡിഫറൻസ് ഒന്നും തോന്നാറില്ല. ഇത് പക്ഷേ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് ടേബിൾ ഫാൻ മോഡിലാണെങ്കിൽ പോലും. ഇതിൻ്റെ പുറകിൽ 3 കൺട്രോൾസ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. ഇവിടെ ഒരു പവർ ബട്ടൺ കാണാം, സ്വിംഗ് ബട്ടൺ കാണാം, പിന്നെ ഇത് നമ്മുടെ ഫാൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണും ഇതിൻ്റെ പുറകിൽ മുകളിലായിട്ട് നൽകിയിട്ടുണ്ട്. എല്ലാം ബട്ടൺസ് ആണ് കേട്ടോ. നമ്മുടെ പഴയ ഫാനിലെ പോലെ ഇങ്ങനെ നമ്മൾ ക്ലിപ്പ് വലിച്ചിട്ട് അല്ല ഓസിലേഷൻ ചെയ്യുന്നത്. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മുടെ മെയിൻ മോട്ടറിൽ നിന്ന് തന്നെയായിരുന്നു അതിൻ്റെ ഓസിലേഷനും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ സെപ്പറേറ്റ് മോട്ടറാണ്. ഓസിലേഷന് വേണ്ടി ഒരു സെപ്പറേറ്റ് മോട്ടറുണ്ട്, നമ്മുടെ ഫാനിന് വേണ്ടി ഒരു BLDC മോട്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ പ്രോഡക്റ്റ് ഒന്ന് പ്ലഗിലേക്ക് കണക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കേബിളിനൊക്കെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാൻ നമ്മൾ പവറിൽ കണക്ട് ചെയ്തു, ഒരു ബീപ്പ് സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് റിമോട്ട് എടുത്തിട്ട് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓ യെസ്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഫാൻ്റെ സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഡിസ്പ്ലേയിൽ 6 എന്നാണ് കാണിക്കുന്നത്, അത് ടോപ്പ് സ്പീഡിലാണ് കിടക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഇതാണ് സ്പീഡ് 1. വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ കറങ്ങുന്നത്. നമ്മൾ സാധാരണ ഫാൻസിൽ കാണുന്നതിലും വളരെയധികം സ്ലോ ആണ്. മോട്ടർ അത്രയധികം രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് 2. എനിക്കൊന്ന് 3 ഈ ഒരു സ്പീഡിലൊക്കെയാണെന്ന് തോന്നുന്നു നോർമൽ സാധാ മോട്ടറുള്ള ടേബിൾ ഫാനൊക്കെ കറങ്ങുന്നത്. ഈ ഒരു സ്പീഡിലാണ് 1 ഇടുമ്പോൾ കറങ്ങുന്നത്. സിക്സ് ഇടുമ്പോൾ നല്ല പവർഫുള്ളാണ്, നല്ല രീതിക്ക് കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ഓസിലേഷൻ കൂടെ ഒന്ന് ഓണാക്കി നോക്കാം. നൈസ്. ഇതിൽ തന്നെ വേറൊരു കാര്യം പറയാൻ, ഞാൻ പവർ ഓഫ് ചെയ്തിട്ട് കാണിക്കാം. ഈ മോട്ടറിൻ്റെ ഭാഗം പിടിച്ചിട്ട് നമുക്കിങ്ങനെ മുകളിലോട്ടും താട്ടും ആക്കാം. കണ്ട, ഇതായിരിക്കുമല്ലോ ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈമറും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 hours വരെ നിങ്ങൾക്ക് ടൈമർ സെറ്റ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾ രാത്രിയിലൊക്കെ കിടക്കുമ്പോഴാണ് ഇത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 7 hour ഒക്കെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ആ തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിടാം. അപ്പോൾ എന്തായാലും നമുക്കിത് ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പെഡസ്റ്റൽ മോഡിലും കൂടെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഹൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫാൻ പെഡസ്റ്റൽ മോഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1300 mm ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ടേബിൾ ഫാൻ മോഡിലേക്ക് ഇത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ 800 mm ആണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ കറണ്ട് സെറ്റപ്പ് എന്ന് പറയുന്നത് APCയുടെ 1500 ബാക്കപ്പ് UPSൽ നമ്മൾ ഈ ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു LCD മോണിറ്റർ ഉണ്ട്, അതിൽ പവർ റേറ്റിംഗ് ഒക്കെ കാണിക്കും. അപ്പോൾ നമുക്ക് ഫാൻ ടേൺ ഓൺ ചെയ്യാം. ഇതിപ്പോൾ ഓസിലേഷൻ ഓഫ് ആക്കിയിട്ടേക്കാണ്, സ്പീഡ് 1ലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ റീഡിങ് സ്റ്റിൽ 0 wattsലാണ് നിൽക്കുന്നത്. നമുക്ക് സ്പീഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. സ്പീഡ് 2ലേക്ക് ചേഞ്ച് ചെയ്തു, ഇപ്പോഴും 0 watts തന്നെയാണ്. ഇനി സ്പീഡ് 3ലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം അവിടെ പവർ റേറ്റിംഗ് കൂടുന്നുണ്ട്, 7 wattsലേക്ക് എത്തിയിട്ടുണ്ട്. സ്പീഡ് 4 ഇട്ടപ്പോഴത്തേക്ക് 14 watts ആയിട്ടുണ്ട് കൺസംഷൻ. സ്പീഡ് 5 ഇട്ടപ്പോഴത്തേക്ക് മോട്ടറിൻ്റെ പവർ വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ 25 watts ആണ് ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫാൻ്റെ ഫുൾ സ്പീഡ്. ഫുൾ സ്പീഡിൽ 36 watts ആണ് കറൻ്റ്ലി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുകൂടാതെ ഓസിലേഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം കൂടിയുണ്ട്. സ്പീഡ് 1ൽ 5 watts ആണ് ഈ ഫാൻ ഓസിലേഷൻ ഇല്ലാതെ കൺസ്യൂം ചെയ്തത്.
അതേപോലെ സ്പീഡ് 2 ആയപ്പോഴത്തേക്ക് 7 വാട്ട്സ് ആയിട്ട് മാറി. സ്പീഡ് 3ൽ 11 വാട്ട്സ് ആണ് കൺസ്യൂം ചെയ്തത്. സ്പീഡ് 4ൽ 17 വാട്ട്സും സ്പീഡ് 5ൽ 28 വാട്ട്സും പിന്നെ സ്പീഡ് 6ൽ 39 വാട്ട്സും ആണ് ഇത് കൺസ്യൂം ചെയ്തത്. അപ്പോൾ ഈ ഒരു റീഡിങ് ഈ APCയുടെ UPSൻ്റെ ഡിസ്പ്ലേയിൽ കാണിച്ചതാണ്. ഇത് അത്ര ആക്യുറേറ്റ് ആണോ എന്നറിയില്ല. എന്തായാലും ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഫാൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ. ഇനി ഞാൻ ഈ ഫാൻ യൂസ് ചെയ്ത് കുറച്ച് നാളത്തെ എക്സ്പീരിയൻസിന് ശേഷം ഇതിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ 1 മാസത്തോളമായി നമ്മളിപ്പോൾ ഈ BLDC ഫാൻ ഉപയോഗിക്കുന്നു. ആദ്യം തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്സിലേക്ക് കിടക്കാം. അപ്പം ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ കൺസംഷൻ തന്നെയാണ്. നോർമൽ പെഡസ്റ്റൽ ഫാൻ ഒരു 50-55 വാട്ട്സ് ഒക്കെ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുമ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പീഡിനനുസരിച്ചുള്ള ഇലക്ട്രിസിറ്റി മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അതും നിങ്ങൾ മുമ്പേ കൺസംഷൻ കണ്ടല്ലോ, അതുപോലെ തന്നെ വളരെ കുറവായിട്ടുള്ള ഇലക്ട്രിസിറ്റിയാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ 1, 2, 3, 4 എന്നീ സ്പീഡുകളിൽ ഈ ഫാൻ വളരെയധികം സൈലൻ്റ് ആണ്. ഇപ്പോൾ ഇത് സ്പീഡ് 1ലാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ റൂമിൽ കേൾക്കുന്ന നോയ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. കണ്ടോ, ഇതാണ് 4th സ്പീഡ്. ഈ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും വളരെ സൈലൻറ്റ് ഓപ്പറേഷനാണ് ഇതിൻ്റെ. നമ്മളൊരു 5th-ലോ 6th-ലോ പോകുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുമുള്ള സൗണ്ട് പുറത്തേക്ക് വരുന്നത്. അതുപോലെ തന്നെ നല്ല എയർ ഫ്ലോയും ആ ഒരു സ്പീഡിൽ വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് സൗണ്ടിൽ നിന്ന് തന്നെ ആ പവർ ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ നെഗറ്റീവ്സ് എന്ന് പറയാൻ അധികം നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തില്ല. എനിക്ക് ആകെ തോന്നിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ അറ്റാച്ച്മെൻറ്റ് മാറ്റി സ്വിച്ച് ചെയ്തിട്ട് വേണം ഹൈറ്റ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ. അതിന് പകരം ഈ പൈപ്പിൽ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പോലെ ആയിരുന്നെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിരുന്നു. പിന്നെ ഈ ഫാനിൻ്റെ മറ്റൊരു നെഗറ്റീവ് ആൾക്കാർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് മറ്റൊന്നുമല്ല, കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ ഓൺ ആകത്തില്ല എന്നുള്ളതായിരുന്നു. അപ്പം നേരത്തെ മോഡലിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റിമോട്ടിൽ പവർ ഞെക്കുക അല്ലെങ്കിൽ ഫാനിലെ പവർ ഞെക്കിയാൽ മാത്രമേ വീണ്ടും ഫാൻ റൺ ചെയ്ത് തുടങ്ങുള്ളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ യൂണിറ്റിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഫൈനാണ്. കറണ്ട് പോയാലും തിരിച്ച് പവർ റെസ്യൂം ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏത് സ്പീഡിലാണോ റൺ ചെയ്തുകൊണ്ടിരുന്നത് ആ സ്പീഡിൽ വീണ്ടും സ്റ്റാർട്ടായി തനിയെ റൺ ചെയ്യാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫാൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ ഫാൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4107 രൂപയാണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക്കിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. Goodbye.